ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ എറണാകുളം റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൻ്റെ പ്രവർത്തനം താളം തെറ്റി. സുപ്രധാന ക്രിമിനൽ കേസുകളിലടക്കം നിർണായകമായ 1 ലക്ഷത്തിലധികം സാമ്പിളുകളാണ് പരിശോധനാ ഫലം കാത്തുകിടക്കുന്നത്. മധ്യകേരളത്തിലെ കുറ്റാന്വേഷണങ്ങളുടെ ഭാഗമായി ശാസ്ത്രീയ പരിശോധനകൾക്ക് പോലീസ് ആശ്രയിക്കുന്ന സ്ഥാപനമാണ് ജീവനക്കാരുടെ കുറവ് മൂലം വലയുന്നത്. പരിശോധനാ ഫലങ്ങൾ വൈകുന്നു എന്നതാണ് ഇതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധി. 2026 ജൂലൈ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 38,981 കേസുകളിലായി 1,02,267 സാമ്പിളുകളാണ് ഇവിടെ പരിശോധന പൂർത്തിയാകാതെ കെട്ടിക്കിടക്കുന്നത്. ലക്ഷത്തിലധികം സാമ്പിളുകൾ പരിശോധന കാത്തുകിടക്കുന്നത് ക്രിമിനൽ കേസുകളുടെ വിചാരണയും ശാസ്ത്രീയ തെളിവ് ശേഖരണവും വൈകിപ്പിക്കാനിടയാക്കുന്നു. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത്. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഈ 4 ജില്ലകളിലെ സാമ്പിളുകൾ പരിശോധിക്കുന്ന ഈ ലാബോറട്ടറിയിൽ ലക്ഷത്തിലേറെ സാമ്പിളുകൾ കെട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാബിലുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഈ സാമ്പിളുകളുടെ പരിശോധന ഫലം പൂർത്തിയായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പല കേസുകളും കാലക്രമേണ താമസിച്ച് ഈ വൈകി കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യെന്നൊരവസ്ഥയിലേക്ക് പോകും. എറണാകുളം, തൃശൂർ, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്നുള്ള പോലീസ് കേസുകളിലെയും മറ്റ് ശാസ്ത്രീയ അന്വേഷണങ്ങളിലെയും സാമ്പിളുകളാണ് കാക്കനാട് ലാബിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. ലാബിലാകെ 68 സ്ഥിരം ജീവനക്കാരുടെ തസ്തികകളുണ്ട്. ഇതിൽ മേധാവി തസ്തികയായ ജോയിൻ്റ് കെമിക്കൽ എക്സാമിനർ ഉൾപ്പെടെ പല തസ്തികകളും ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നു. സയൻറ്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, ലാബ് അസിസ്റ്റൻ്റ്, ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് തുടങ്ങിയ സുപ്രധാന തസ്തികകളിലൊന്നിലും ആളില്ല. ഒഴിവുകൾ നികത്താൻ താൽക്കാലിക ജീവനക്കാരെ പോലും നിയമിക്കുന്നില്ലെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം, വിരമിക്കൽ, മറ്റു വകുപ്പുകളിലേക്ക് മാറൽ, ഡെപ്യൂട്ടേഷൻ, ജോലിയിൽ പ്രവേശിക്കാതിരിക്കൽ എന്നിവയാണ് ഒഴിവുകൾക്ക് കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.